വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കാണണ്ടേ. മൈദയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. നമ്മളിപ്പം പഴംപൊരിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ അത്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച വെച്ചാൽ ഇത് കേടാവില്ല കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ വീഡിയോക്ക്. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്കിവിടെ 2 മുട്ട മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കുകയെന്ന് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാ 2 മുട്ട ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക വേണം, ഇതിൻ്റെ കുരുവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മാണ്ടിയത് 1/2 കപ്പ് പഞ്ചസാര. അതായത് ഞാൻ 2 മുട്ടക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശു നെയ്യില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഈ ഒരു സംഭവം കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശരിയാവുന്നില്ല, നമ്മൾ എത്ര ചെയ്തിട്ട് ഇത് ശരിയാവുന്നില്ല എന്ന് പറയുന്നത് കേട്ടോണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല കേട്ടോ. ഞാൻ ഇതിൽ പറയുന്നത് പോലെ തന്നെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം തന്നെ പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. പിന്നെ പഞ്ചസാര മുട്ട ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ നല്ലോണം തന്നെ. ഇനി കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. കുറേശ്ശെ ഓയിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഓയിൽ ഒഴിക്കുന്ന നേരം ശ്രദ്ധിക്കുക, കുറേയൊന്നും ഒഴിക്കരുത് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ അങ്ങനെയൊക്കെ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കല്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഓയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടി മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പാകാവുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കുറച്ചും കൂടി മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇനിയിപ്പോൾ ഒന്നും കൂടി ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കുഴച്ചത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഓയിൽ ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. കുറേ ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. ഒന്ന് മേൽഭാഗം നമുക്കങ്ങനെ പിടിക്കാനുള്ള ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മതി. ഇതൊരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഞാനൊന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി നോക്കുന്നുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു 1/4 മണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇതാ ഒരു 1/4 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ചെറുങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അധികം നല്ല തിന്നാക്കിയൊന്നും പരത്തണ്ട കേട്ടോ, കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയിടുക. കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഈ കത്തിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വരട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് ഞാൻ ഓരോ പീസും ഇതേപോലെ ഒന്ന് വരട്ട് കൊടുക്കുന്നുണ്ട്. ഉൾഭാഗത്തേക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വരട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുഴുവനായിട്ടും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കുറേശ്ശെ ചെയ്ത് വെച്ചിട്ട് കുറേശ്ശെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഓരോന്നും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിതാ നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ല തീ കുറച്ചിട്ട് വെക്കണം കേട്ടോ. കുറേ തീ വെച്ചാൽ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാണ്ടാവും കേട്ടോ. എത്ര തീ കുറയ്ക്കാൻ കഴിയുമോ അത്രയും തീ കുറച്ചിട്ട് ചെയ്തെടുക്കുക. ഇത് കുറച്ച് ക്ഷമ വേണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിതാ ഞാനിത് പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം എങ്ങനെ ഉണ്ട്. നല്ല ഉൾഭാഗമൊക്കെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുകൾ ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മുടെ പാൽ കേക്കാണ്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ഇതാ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെക്കുക. എന്നിട്ട് കഴിച്ചേട്ടാ, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പറഞ്ഞേ.